കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പയ്യോളി കോളായി പാലത്ത് നിന്ന് കല്ലുമക്കായി പറിക്കുന്ന ഒരു വീഡിയോ എടുത്തതിനെ കൊണ്ട് നമ്മൾ ഇന്നും കല്ലുമക്കായി പറിക്കാൻ വേണ്ടിയിട്ട് പോയത് കേട്ടോ. 50 കിലോ ചാക്ക് കൊടുത്ത് നമ്മൾ അടിപൊളി ഒരു തേപ്പ് കത്തി എടുത്തിട്ടാണ് പോകുന്നത്. എന്താ വെച്ചാൽ ഇതിനെ കൊണ്ട് നന്നായിട്ട് കുത്തിയിട്ട് എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് പോയി നോക്കുന്നുണ്ട്. കൃഷ്ണേട്ടൻ എന്തെങ്കിലും നോക്കിക്കുന്നത് അങ്ങനെ നമ്മൾ നോക്കി നോക്കുന്നത് എൻ്റെ മക്കളെ ഇവിടുത്തെ ജനം കണ്ടതിന് ശേഷം നമുക്ക് എന്താക്കാണ് കല്ലുമക്കായി പറിക്കാനൊന്നും തോന്നില്ല. കാരണം എന്ന് വെച്ചുകൊണ്ട് കല്ല് മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് ഇപ്പം നമുക്ക് മനസ്സിലായില്ല. ഇനി എന്തായാലും ആരും പോകണ്ടെന്ന് ഞാൻ പ്രത്യേകിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോയി നോക്കുന്നത് നമ്മളെ പേരാമ്പ്രയിലുള്ള സാബിത്ത് കണ്ട് ഇവിടുന്ന് ഇങ്ങനെ കല്ലിൻ്റെ കൊടുക്കുക അതൊക്കെ പറയുന്നത്. ഒരു കല്ലുമക്കായി എങ്കിലും എവിടെയെങ്കിലും കിട്ടിയാൽ മതി എന്നിങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ 50 റുപ്യ കിടന്നെങ്കിലും വാങ്ങിത്തരുന്ന് വെച്ചപ്പോൾ നമുക്ക് ശരിയാക്കാലോ എന്ന്. അങ്ങനെ ഞാൻ നോക്കുന്ന സമയത്തുണ്ട് സാബിത്ത് കണ്ട് ആരതോ ചാക്ക് കയറിയിട്ട് കല്ലുമക്കായി എടുക്കുന്നുണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മക്കളെ ഇതിൻ്റെ ഉടമ ഇപ്പം വരുന്നു. അതേമാതിരി അതിൻ്റെ ഉടമയാണ് ഇവൻ കേട്ടോ. ഇവൻ വന്നതിന് ശേഷം വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട് പറയുന്നത് തക്കാളി ഉള്ളി ഇതൊന്നും മുറിച്ചിട്ടുണ്ടോ മോളേന്ന്. സ്വന്തം ഭാര്യനേട്ടോ വിളിച്ച് പറയുന്നതെന്ന് എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞു. ഭാര്യ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലാണ്ട് ഇങ്ങോട്ട് വരണ്ടാന്ന്. പിന്നെ എല്ലാം കൂടി സാബിത്തൊക്കെ തെണ്ടാൻ വേണ്ടിയിട്ട് തുടങ്ങിട്ടോ. കല്ലുമക്കായി കുറച്ച് തരുമോ എന്ന് ചോദിച്ചിട്ട് നല്ല അടിപൊളി ഒരു ചാക്ക് നിറച്ചുമായിട്ടാണ് ആര് പോകുന്നത് കല്ലുമക്കായും കൊണ്ട് നമ്മളെ സാബിത്തൊക്കെ പോകുന്നിട്ടോ. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് എന്നോട് എന്തൊക്കെയാന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട്. അങ്ങനെ അവനോട് കഥയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങ് പോയി. അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ചായ കിട്ടണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടുത്തെ ചായ ഒരു രക്ഷയില്ല കേട്ടോ, സൂപ്പർ. കല്ലുമക്കായി കിട്ടാത്ത വിഷം നമ്മളെന്താക്കി ചായ കുടിച്ചിട്ട് പഴംപൊരിയിൽ പഴയുണ്ടെന്ന് പറഞ്ഞ് സാബിത്തൊക്കെ ഭയങ്കര ചിരിയാണ്. അപ്പോൾ ഫുൾ വീഡിയോ നമ്മളെ യൂട്യൂബ് ചാനലുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.